ഹായ് ഓൾ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ ബാക്കിയുള്ള പോർഷനാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 4th മോഡ്യൂളിനകത്ത് സർക്കുലർ സ്ലാബ്സിൻ്റെ 3 ക്ലാസിഫിക്കേഷനും അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻസിനും പിന്നെ ഏതൊക്കെ ടൈപ്പുള്ള മൊമെൻറ്റ്സ് ഒരു സർക്കുലർ സ്ലാബ്സിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ 3 ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഡിസൈനായിട്ട് തന്നെ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഡിസൈൻ പ്രോബ്ലമാണ് പറയുന്നത്. ഡിസൈൻ എ സർക്കുലർ സ്ലാബ് ഫോർ എ റൂം ഓഫ് ഇൻസൈഡ് ഡയമീറ്റർ 5 meter സിംപ്ലി സപ്പോർട്ടഡ് ഓൺ ബ്രിക്ക് wall of 230 mm thickness, superimposed UDL of 4 kN per meter square and floor finish is 1 kN per meter square is acting. യൂസ് M20 ആൻഡ് Fe415 ഗ്രേഡ് മെറ്റീരിയൽ. ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സർക്കുലർ സ്ലാബ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്ലാബ് ആവശ്യമുള്ള റൂമിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് 5 meter എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ ലോഡാണ് ആ ഒരു സ്ലാബിനകത്തേക്ക് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സൂപ്പർ ഇമ്പോസ്ഡ് UDL ഓഫ് 4 kN per meter square ആൻഡ് ഫ്ലോർ ഫിനിഷ് ഇസ് 1 kN per meter square. പിന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് M20 കോൺക്രീറ്റ് ആൻഡ് Fe450 ഗ്രേഡ് സ്റ്റീലാണ്. അതേപോലെ തന്നെ ഇത് സിംപ്ലി സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബ്രിക്ക് വോളിൻ്റെ തിക്നെസ് പറയുന്നുണ്ട് 230 mm തിക്നെസ് ഉള്ളൊരു ബ്രിക്ക് വോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗിവൺ ഡേറ്റാസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മെയിൻ സ്റ്റെപ്പുകളാണ് അവിടെ ഹെഡിങ് ഇട്ട് കാണിച്ചേക്കുന്നത്. ഇതാ ഗിവൺ ഡേറ്റാസ്, അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് FY തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്, FCK ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, വോളിൻ്റെ തിക്നെസ് 230 mm ആണ് തന്നിട്ടുണ്ട്, ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട് 5 meter ആണെന്ന്, ഫ്ലോർ ഫിനിഷ് ഈസ് 1 kN per meter square ആൻഡ് ലൈവ് ലോഡ് ഈസ് ഈക്വൽ ടു 4 kN per meter square. ഇത്രയും ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും സർക്കുലർ സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു ബീമിൻ്റെ അതേപോലെ നമുക്ക് സർക്കുലർ സ്ലാബിനെ വരയ്ക്കാനായിട്ട് പറ്റും. അതാണ് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ UDL ആക്ട് ചെയ്യുന്നു എന്നുള്ള കോൺസെപ്റ്റാണ്. ദെൻ പിന്നെ അതിനകത്ത് ഇപ്പം അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ ക്ലിയർ സ്പാൻ, ഈ സപ്പോർട്ട് വരെയുള്ള സ്പാൻ എത്രയാണെന്നറിയാം, 5 meter ആണെന്നറിയാം. പിന്നെ എന്താണ്, ഈ ഒരു ബ്രിക്ക് വാളിൻ്റെ തിക്നെസ് പറയുന്നുണ്ട് 0.23 meter എന്നാണ്, 230 mm ആണ്. ഓക്കെ, ആ രണ്ട് രീതിയിലും അതിന് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ആ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സാധനങ്ങൾ രണ്ടും നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ അതിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞനുസരിച്ചിട്ട് ആ ഫിഗറിനകത്ത് മലയാളപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് സ്ലാബ് എന്ന് പറയുന്നതാണ്. തിക്നെസ് ഓഫ് സ്ലാബ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് IS 456/2000 പേജ് നമ്പർ 39 നമുക്കൊരു റേഷ്യോ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എഫക്റ്റീവ് സ്പാൻ ഡിവൈഡഡ് ബൈ ഓവറോൾ ഡെപ്ത്. ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് സ്പാൻ ലെങ്ത്തിലുള്ള ഒരു സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 40 നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ചെറിയൊരു സാധനം കോഡ് നോക്കി നമ്മൾ എടുക്കുകയാണല്ലേ. അപ്പം നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും എന്നറിയാം. സോ അപ്പോൾ ഈ 40 ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ പേജ് നമ്പർ 39 നമുക്ക് കിട്ടുന്നത്. സോ ഇനി ഈ ഒരു റിലേഷനകത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. സോ എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ സ്പാനെ പ്ലസ് ഓക്കെ ബ്രിക്ക് വോളിൻ്റെ തിക്നെസ് അതെന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 5 meter ആൻഡ് ബ്രിക്ക് വോളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.23 സോ നമുക്ക് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് 5.23 meter കിട്ടിയിട്ടുണ്ട്. ഇനി എഫക്റ്റീവ് സ്പാനിൻ്റെ സ്ഥലത്ത് 5.23 ഡിവൈഡഡ് ബൈ ഓവറോൾ ഡെപ്ത് ഇസ് ഈക്വൽ ടു 40. ഈ ഒരു റിലേഷൻ അനുസരിച്ച് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് എന്താണ്, ഓവറോൾ ഡെപ്തിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. അതെങ്ങനെ വരും, 5.23 ഡിവൈഡഡ് ബൈ 40 ചെയ്യുക. ഓക്കെ, അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓവറോൾ ഡെപ്ത് ഇൻ മീറ്ററിലാണ് ഈ കാണിച്ചേക്കുന്നത്. ഓവറോൾ ഡെപ്ത് ഇസ് ഈക്വൽ ടു എന്താണ്, 0.13
0.075 മീറ്റർ എന്ന് പറയുന്നത്. ഇനി അതിനെ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ 130.75 നമ്മളതിനെ റൗണ്ട് ചെയ്ത് 135 ആക്കി ആക്കി എടുത്തു. ഇനിയും ചെയ്യേണ്ടത് ഓവറോൾ ഡെപ്ത് ആണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി ആണ് കണ്ടുപിടിച്ചത്. നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് ഇനി എഫക്റ്റീവ് ഡെപ്ത് ആണ്. സ്മോൾ ഡി കൂടെ വേണം. അതിനൊരു ക്ലിയർ സ്പാൻ അസ്യൂം ചെയ്യുന്നു. ഇതൊരു സ്ലാബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ചെറിയ ക്ലിയർ സ്പാൻ തന്നെ അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് 15 mm ആൻഡ് 5 നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ ആണ് 8 mm. അതിവിടെ പറയുന്നുണ്ട് ഒന്നുകിൽ 8 അല്ലെങ്കിൽ 10 mm. ക്ലിയർ സ്പാൻ 15 mm അല്ലെങ്കിൽ 20 mm. ഓക്കെ, വളരെ ചെറിയ ഡയമീറ്റർ ബാർ മതി ഇവിടെ ആവശ്യം. കാരണം നമ്മൾ രണ്ട് രീതിയിൽ കൊടുക്കുമ്പോൾ സർക്കുലർ സ്ലാബാണ്. അപ്പം ഈ സർക്കംഫറൻഷ്യൽ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ റേഡിയൽ ഡയറക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ബാർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മെഷായിട്ടും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെവി ഡയമീറ്റർ ഉള്ള ബാറിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ ഡയമീറ്റർ ഉള്ള ബാറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിനകത്തുനിന്ന് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഡെപ്ത് മൈനസ് സ്പാൻ മൈനസ് ക്ലിയർ കവർ മൈനസ് പിന്നെന്താണ് ഒരു ഡയമീറ്ററിൻ്റെ പകുതി. സോ ഇത്രയുമാണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. എഫക്റ്റീവ് ഡെപ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുന്നത് രണ്ട് കാറ്റഗറി ഇക്വേഷൻസ് വെച്ചിട്ടാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ പ്ലസ് വിഡ്ത്ത് ഓഫ് ദി വോൾ. ഇപ്പം ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 5 ഉണ്ടായിരുന്നു, പ്ലസ് വിഡ്ത്ത് ഓഫ് ദി ബ്രിക്ക് വോൾ എന്ന് പറയുന്നത് 0.23 ആണ്. സോ 5.23 മീറ്റർ. ഇത് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്ലിയർ സ്പാനെ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ക്ലിയർ സ്പാനെ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഇപ്പോൾ 5 ക്ലിയർ സ്പാൻ ആണ്. എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു. ദെൻ അതെത്രയാണ് 5.116 മീറ്റർ. ഈ രണ്ട് കാറ്റഗറിക്കകത്തുനിന്ന് ലെസ്സർ വാല്യൂവിനെയാണ് എഫക്റ്റീവ് സ്പാൻ ആക്കി കൺസിഡർ ചെയ്യുന്നത്. സോ രണ്ടെണ്ണത്തിനകത്തെയും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 5.116 ആയിരുന്നു. സോ എഫക്റ്റീവ് സ്പാൻ ഇസ് ഈക്വൽ ടു 5.116. ദെൻ എഫക്റ്റീവ് റേഡിയസ്, എഫക്റ്റീവ് സ്പാൻ എഫക്റ്റീവ് റേഡിയസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതൊരു സർക്കുലർ സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത്. ഇൻസൈഡ് അല്ല, അതിനകത്തുള്ള ബ്രിക്കിൻ്റെ ഉള്ളിൽ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് 5.116 ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ എഫക്റ്റീവ് റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനൊരു സെൻറ്റർ കാണും. സോ സെൻറ്റർ മുതൽ ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഇത് എഫക്റ്റീവ് റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുന്നത്. സോ അത് ബൈ 2 ചെയ്താൽ മതി. സോ എത്ര കിട്ടി? 2.558 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലോഡ് കാൽക്കുലേഷൻ ആണ്. തന്നിട്ടുള്ള ലോഡ് കാൽക്കുലേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. WL എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 4 kN/m² കിട്ടിയിട്ടുണ്ട്. ദെൻ ഫ്ലോർ ഫിനിഷ് ഈസ് ഈക്വൽ ടു 1 kN/m². ഇത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പം അത് രണ്ടും ഇനി പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ഇത് എന്താണ്, ഒരു സ്ലാബാണ്. സ്ലാബിനൊരു സെൽഫ് വെയിറ്റ് ഉണ്ടായിരിക്കും. ആ സെൽഫ് വെയിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ സെൽഫ് വെയിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെർ മീറ്റർ ലെങ്തിലാണ് കണ്ടുപിടിക്കുന്നത്. ദെൻ 1, അതേപോലെ തന്നെ ലെങ്ത്ത് 1 മീറ്റർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ദെൻ അതിൻ്റെ എന്താണ് ഡെപ്ത്, ഓവറോൾ ഡെപ്ത് ഓവറോൾ ഡെപ്ത് കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 135 ഇസ് ഓവറോൾ ഡെപ്ത്, മീറ്ററിലാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈയിങ് വിത്ത് ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് 25. സോ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ഡെഡ് ലോഡ് ദാറ്റ് ഈസ് സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഇതേ പ്ലസ് 1 പ്ലസ് ലൈവ് ലോഡായിട്ടുള്ള 4 ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ലോഡ്. അതിനെ ഫാക്ടേർഡ് ലോഡാക്കി മാറ്റിയിട്ടുണ്ട്. ഫാക്ടേർഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഇൻറ്റു 8.375. ഇത് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ലോഡ് കിട്ടുന്നത്, ഫാക്ടേർഡ് ലോഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേഷൻ. മൊമെൻ്റ് ആൻഡ് ഷിയർ ഫോഴ്സിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് നേരത്തെ ബൈ ഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷനാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടിൻ്റെ റേഡിയൽ മൊമെൻറ്റിൻ്റെയും സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അറ്റ് P പോയിൻറ്റിൽ എത്രയാണ് മൊമെൻറ്റ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ സെൻറ്ററിലെയും സപ്പോർട്ടിലെയും
മൊമെൻറ്റ് കണ്ടുപിടിക്കുക. സെൻറ്ററിലാകുമ്പം ആർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും, സ്മോൾ ആർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് സപ്പോർട്ടിലാകുമ്പം സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയിരിക്കും. അതായിരിക്കും ആ ഡിഫറൻസ് വരുന്നത്. സോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ് ഫസ്റ്റ് റേഡിയൽ മൊമെൻറ്റ് എം ആർ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡിൻ്റെ കേസ് ആകുമ്പോൾ 3w/16 ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ ആണ്. സെൻറ്റർ ആകുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു 0 ഇതില്ല. സോ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടേർഡ് ലോഡാണ് കൊടുക്കേണ്ടത്. 12.56 ആയിരുന്നു. ദെൻ താഴെ 16, ദെൻ ആർ എന്ന് പറയുന്നത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സെൻറ്ററിൽ എന്തുമാത്രം റേഡിയൽ മൊമെൻറ്റ് വരുന്നു എന്നുള്ളത് ആൻസർ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി സപ്പോർട്ട് ആവുന്ന സമയത്ത് സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. സോ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും ഈ പോർഷൻ എന്തായി പോവും, 0 ആയി പോവും. സോ ടോട്ടൽ എം ആർ ഇസ് ഈക്വൽ ടു സപ്പോർട്ട് എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് റേഡിയൽ മൊമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് ആണ്. w/16 3 ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. സെൻറ്റർ ആകുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു 0 ആകും, സ്മോൾ ആർ ഇസ് ഈക്വൽ ടു 0 ആകും. ബാക്കി ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂവും ഡബ്ല്യുവിൻ്റെ വാല്യൂവും ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഡബ്ല്യു എന്ന് പറയുന്നത് 12.56ഉം ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു 2.558ഉം. സോ എം തീറ്റ എന്ന് പറയുന്നത് സെൻറ്ററിൽ കിട്ടി. ഓക്കെ, ആൻഡ് സപ്പോർട്ടിൽ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആൻസർ ആണ് 10.273 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത്. അപ്പം സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിൻ്റെ കേസിലും സെൻറ്ററിലും അതേപോലെ തന്നെ സപ്പോർട്ടിലും എന്തുമാത്രം മൊമെൻ്റ് ആണ് വരുന്നതെന്നുള്ളത് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് വരുന്നത് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W ഇൻറ്റു ആർ എന്നായിരുന്നു. സെൻറ്റർ ആകുമ്പം ആർ ഇസ് ഈക്വൽ ടു 0, ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. സപ്പോർട്ട് ആകുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. സോ SF ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു W ഇൻറ്റു ആർ. അപ്പോൾ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. W അറിയാം, ആറും അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 32.128 കിലോന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ ആയോ? സോ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനിയെന്ന് പറയുന്നത് ഈ കണ്ടുപിടിച്ച കിട്ടിയ വാല്യൂവിനെ നമ്മൾ ഓൾറെഡി ഫിഗർ പഠിച്ചിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, അത് എം ആർ ഡയഗ്രത്തിൽ എങ്ങനെയായിരിക്കും, എം തീറ്റ ഡയഗ്രത്തിൽ എങ്ങനെയായിരിക്കും, ഷിയർ ഫോഴ്സിൻ്റെ ഡയഗ്രാം എങ്ങനെയായിരിക്കും ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫിഗറിനകത്ത് ഒരു മാറ്റവും വരത്തില്ല. അതിനകത്ത് ഇപ്പോൾ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും ആ ഫിഗറിൻ്റെ ഷേപ്പ് അതേപോലെ തന്നെ ആയിരിക്കും. സോ ബീം മോഡലിൽ വരച്ചു, അതിനകത്ത് ഫാക്ടേർഡ് ലോഡ്, ദെൻ ആർ ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എം ആർ ഡയഗ്രത്തിൻ്റെ ഷേപ്പ് ഇതായിരുന്നു. ദെൻ സപ്പോർട്ടിൽ 0 ആണ്. ദെൻ സെൻറ്ററിൽ മാക്സിമം പോസിറ്റീവ് മൊമെൻറ്റ്, നമുക്ക് നെഗറ്റീവ് ഒന്നും ആയിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്വേഷൻ പഠിച്ചപ്പം ചില ഇക്വേഷൻ്റെ കൂടെ മൈനസ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മൈനസിൻ്റെ മീനിങ് നെഗറ്റീവ് മൊമെൻ്റ് ആണ്. അപ്പോൾ മൈനസ് ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് മൊമെൻറ്റ്. ഓക്കെ, പോസിറ്റീവ് മൊമെൻറ്റ് സെൻറ്ററിൽ കിട്ടിയിട്ടുണ്ട്, ആ വാല്യൂ എടുത്ത് എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് എം തീറ്റ ഡയഗ്രമാണ്. എം തീറ്റ ഡയഗ്രത്തിനകത്ത് സെൻറ്ററിലുള്ള വാല്യൂ ഈ സെയിം വാല്യൂ തന്നെയാണ് എം തീറ്റയുടെ കേസിലും സെൻറ്ററിൽ കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, സെൻറ്ററിൽ നമ്മളൊരു റീഎൻഫോഴ്സ്മെൻറ്റ് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഒരേ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതി. സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിന് സെൻറ്റർ പോർഷനിനകത്തേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ റേഡിയൽ മൊമെൻറ്റ് സെൻറ്ററിൽ നിന്ന് പോകുന്നതെല്ലാം ഒരേ റീഎൻഫോഴ്സ്മെൻറ്റും ഒരേ സ്പേസിങ്ങും ഒരേ ഡയമീറ്റർ ഓഫ് ബാറും ഒക്കെ കൊടുത്താൽ മതി. കാരണം എം തീറ്റ ഡയഗ്രത്തിനകത്തും എം ആർ ഡയഗ്രത്തിനകത്തും സെൻറ്ററിലുള്ള മൊമെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് പിന്നെ സപ്പോർട്ടുള്ള മൊമെൻറ്റ് കാണിച്ചിട്ടുണ്ട് ഇവിടെ. അതെല്ലാം നമ്മൾ കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് വരുന്നത് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സിൻ്റെത് കാണിച്ചിട്ടുണ്ട്, ഇതേ ഷേപ്പിലായിരുന്നു. ഇവിടെയും ഒരേ വാല്യൂ തന്നെ, ഇവിടെ ഒരേ വാല്യൂ തന്നെ. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ്, ഇവിടെ നെഗറ്റീവ് വാല്യൂ. വാല്യൂവിനൊന്നും വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഫോർ ഡെപ്ത് ആണ്. ചെക്ക് ഫോർ ഡെപ്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതെന്ന് പറയുന്നത് 415 ഗ്രേഡ് സ്റ്റീൽ ആയതുകൊണ്ട് എംയുവിൻ്റെ ഇക്വേഷൻ 0.138 FCK/BD² എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എംയുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂവിന് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചെറിയ വാല്യൂവിന്
ഡെപ്ത് സേഫായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാല്യൂവിനെ എടുത്ത് വെച്ചിട്ട് ഡെപ്ത് ചെക്ക് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ മാക്സിമം വാല്യൂ കിട്ടിയത് സെൻറ്ററിലാണ്. അത് രണ്ടെണ്ണത്തിൻ്റെ, അതായത് എം തീറ്റയിലും അതേപോലെ തന്നെ MR ഡയഗ്രത്തിലും സെൻറ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലാണ് മാക്സിമം വാല്യൂ കിട്ടിയത്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മാക്സിമം വാല്യൂ ആണോ നോക്കിയാൽ മതി, ന്യൂമറിക്കൽ വാല്യൂ മാത്രം നോക്കിയാൽ മതി. സോ അതാണ് കിട്ടിയത് 15.4. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10.138 20 FCK. ബി എന്ന് പറയുന്നത് 1000-ലിട്ടാണ് ചെയ്യുന്നത്. സോ ഡി സ്ക്വയർ. അതിനകത്തുനിന്ന് ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട് 74.7 മീറ്റർ. ആക്ച്വലി ഡി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത് ഇതിനേക്കാട്ടിൽ കൂടുതലാണ്. ഓക്കെ, ഡി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത് കൂടുതലായതുകൊണ്ട് ഈ ഡെപ്ത് സേഫാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു MR ഡയഗ്രത്തിനകത്തും M തീറ്റ ഡയഗ്രത്തിനകത്തും സെൻറ്റർ പോർഷനിൽ സെയിം വാല്യൂ ആണ് മൊമെൻ്റായിട്ട് കിട്ടിയത്. സോ ആ ഒരു ഒറ്റ മൊമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതി, രണ്ട് സർക്കംഫറൻഷ്യൽ മൊമെൻറ്റും റേഡിയൽ മൊമെൻറ്റിന് വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രമേ എക്സ്ട്രാ ഉള്ളൂ. ഡെപ്ത്ത് ആക്ച്വലി നമ്മൾ ബോട്ടം ഡെപ്തിൽ കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ എല്ലാ കേസിലും ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ താഴെ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു, ഇതിന് മുകളിൽ കൂടിയാണ് റേഡിയൽ കൊടുക്കുന്നത് അല്ലേ. അപ്പം സർക്കംഫറൻഷ്യൽ ആയാലും റേഡിയൽ ആയാലും നമ്മൾ ഒരു ഡെപ്ത്ത് ആദ്യം കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഒരു ഡയമീറ്റർ ഓഫ് ബാറിൻ്റെ മുകളിലാണ് അടുത്ത ബാർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ സർക്കംഫറൻഷ്യലാണ് ആദ്യം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സർക്കംഫറൻഷ്യലിൻ്റെ മുകളിൽ റേഡിയൽ കൊടുക്കാൻ നേരത്ത് റേഡിയലിൻ്റെ ഡെപ്ത്ത് എഫക്റ്റീവ് ഡെപ്തിന് ഒരു ചേഞ്ച് ഉണ്ടാകും. കാരണം ഒരു ഡയമീറ്റർ ഓഫ് ബാർ കംപ്ലീറ്റ് ആയിട്ടും പൊങ്ങിയിട്ടാണ് അടുത്ത ബാർ ഇരിക്കുന്നത്. സോ അപ്പോൾ ആ ഒരു ഡയമീറ്റർ ഓഫ് ബാറിനെ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പം അത് സിമ്പിളായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബോട്ടം നമ്മൾ ആദ്യം ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് MRനും M തീറ്റയ്ക്കും ചെയ്യുമ്പം ബോട്ടം ഡെപ്ത് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഡെപ്ത് ഏതാണോ ആ ഡെപ്ത് ബോട്ടത്തിൽ ഉണ്ടായിരിക്കും. ഏറ്റവും താഴെ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ആ ഡെപ്ത് ആയിരിക്കും. ഇനി ടോപ്പ് ലെയർ, അതിന് മുകളിൽ നമ്മൾ അടുത്ത റീഇൻഫോഴ്സ്മെൻറ്റ് ഇടും അല്ലേ. സോ അടുത്ത റീഇൻഫോഴ്സ്മെൻറ്റ് ഇടുമ്പം ഒരു ഡയമീറ്റർ ഓഫ് ബാർ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. ഡെപ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡയമീറ്ററിൻ്റെ പകുതി വരെയാണ്. അപ്പം ആദ്യം നമ്മളൊരു ഡയമീറ്ററിൻ്റെ പകുതി വരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതും കഴിയും. അടുത്ത മുകളിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ ഒരു ചെറിയ ഒരു ഡയമീറ്ററിൻ്റെ പകുതിയും കൂടെ എടുക്കും. അതാണ് ടോപ്പ് ലെയർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 116 8/2 ദെൻ ഒരു 8/2, അല്ലെങ്കിൽ ഒരൊറ്റ ഡയമീറ്റർ അങ്ങ് കുറച്ചാലും മതി. അപ്പം ബോട്ടത്തിൽ ഇതാണ്. അതിന് മുകളിൽ അടുത്ത ലെയർ കൊടുക്കുമ്പം ഉള്ള ഡെപ്ത് എന്ന് പറയുന്നത് 108 mm ആയിരിക്കും. ഇതിൻ്റെ ആവറേജ് ഡെപ്താണ് നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആ ഡെപ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ MU വെച്ചിട്ട് AST കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം ഇക്വേഷൻസ് ഇതുവരെ നമ്മൾ AST കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. MU വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം MU വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മാക്സിമം MU വാല്യൂ എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്, സെൻറ്റർ പോർഷനിൽ. അപ്പോൾ ആ സെൻറ്റർ പോർഷനിലാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സെൻറ്റർ പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള M വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ദാറ്റ് ഈസ് 15.41 ആണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് 0.87 FI അറിയാം, AST ആണ് കണ്ടുപിടിക്കേണ്ടത്. D എന്ന് പറയുന്നത് ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ B എന്ന് പറയുന്നത് 1000 ആയിരിക്കും. സോ അപ്പോൾ AST വാല്യൂ എന്ന് പറയുന്നത് 412.62 mm² കിട്ടി. നെക്സ്റ്റ് ഇനി ചെക്ക് ചെയ്യേണ്ടത് AST മിനിമത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ AST മിനിമം കണ്ടുപിടിക്കണം. AST മിനിമത്തിൻ്റെ ഇക്വേഷൻ 0.12% ഓഫ് BD ആണ്. D എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത് ആണ്. സോ AST മിനിമം എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 412 ആണ്. സോ കൂടുതലാണ്. AST മിനിമത്തിനെക്കാട്ടി AST പ്രൊവൈഡ് കൂടുതലായതുകൊണ്ട് സേഫാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ബാർ ഇവിടെ അസ്യൂം ചെയ്ത് വന്നതെല്ലാം 8 mm ആണ്.
സോ 8 mm ബാർ തന്നെ കൊടുക്കുക. സോ നമ്പർ ഓഫ് ബാർ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ബാർ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? AST ബൈ എന്താണ്? π/4 × 8 സ്ക്വയർ ചെയ്താൽ മതി. അപ്പം നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത് 8.208 കിട്ടി. അതിനെ റൗണ്ട് ചെയ്ത് 9 ബാറാക്കി. ദെൻ സ്പേസിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1000 ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ മതി. സോ അപ്പം നമുക്ക് സ്പേസിങ് കിട്ടി 1110 mm എന്ന് പറയുന്നത് സ്പേസിങ് കിട്ടി. അപ്പം സെൻറ്റർ പോർഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ഫോർ റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് എത്രയാണ്? പ്രൊവൈഡ് 8 mm 5 bars at spacing of 110 mm center to center. നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഇൻ ദ ഫോം ഓഫ് എ മെഷ് അറ്റ് ദി ബോട്ടം. ഒരു മെഷായിട്ടാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സപ്പോർട്ടിൽ റേഡിയൽ മൊമെൻറ്റ് ഡയഗ്രം എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഡിയൽ മൊമെൻറ്റ് ഡയഗ്രത്തിനകത്ത് സപ്പോർട്ടിൽ മൊമെൻറ്റ് ഇല്ല. കണ്ടോ? റേഡിയലിൽ സപ്പോർട്ടിൽ മൊമെൻറ്റ്. അപ്പോൾ റേഡിയൽ ഡയറക്ഷനിൽ നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മൊമെൻറ്റ് AST കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ M θ ഡയഗ്രം നോക്കുക. M θ ഡയഗ്രത്തിനകത്ത് കണ്ട് സപ്പോർട്ടിൽ മൊമെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കംഫറൻഷ്യലായിട്ട് സപ്പോർട്ടിൽ എത്ര കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിക്കണം. എവിടെയൊക്കെ മൊമെൻറ്റ് വരുന്നോ അവിടെയൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ സെൻറ്ററിൽ രണ്ടിടത്തും ഒരേ മൊമെൻറ്റ് ആയതുകൊണ്ട് ഒരു മൊമെൻറ്റ് എടുത്ത് വെച്ച് ചെയ്ത് രണ്ട് റേഡിയൽ ഡയറക്ഷനിലും അതേപോലെ തന്നെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും സെൻറ്ററിൽ കൊടുക്കുന്നത് നമ്മൾ സെയിം ഒരേ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. റേഡിയൽ ഡയഗ്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിൽ മൊമെൻ്റ് ഇല്ല. അപ്പോൾ റേഡിയൽ ഡയറക്ഷനിൽ സപ്പോർട്ടിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് സപ്പോർട്ടിലുള്ളത് കൊണ്ട് അവിടെ പ്രത്യേകം റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് സപ്പോർട്ടിലുണ്ട്. ആ മൊമെൻറ്റിനെ എടുത്തു. ദെൻ ഇനി അവിടെയും ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ കേസിൽ ബോട്ടത്തിലൊരു ഡെപ്ത് ഉണ്ടായിരുന്നു. അതിന് മുകളിലാണ് മെഷായിട്ട് അടുത്തത് കൊടുത്തത് സെൻറ്ററിൽ കൊടുക്കാൻ നേരത്ത്. ദെൻ അതിന് മുകളിലുമായിട്ടാണ് സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഡെപ്ത് കുറയും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന 108 ഡെപ്താണ്. അതിനകത്തുനിന്ന് ഒരു റീഇൻഫോഴ്സ്മെൻറ്റും കൂടെ ബാറിൻ്റെ ഡയമീറ്ററും കൂടെ കുറയ്ക്കാം. അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതിയും മുകളിലുള്ള ബാറിൻ്റെ പകുതി. ഇപ്പോൾ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ബാറും കുറച്ചാൽ മതി. സോ ഇങ്ങനെ ഓരോ റീഇൻഫോഴ്സ്മെൻറ്റും നമ്മൾ ഒന്നിന് മുകളിലാണ് ഇടുന്നത്. അപ്പോൾ ഓരോ ഡെപ്തിൻ്റെ കൂടെയും ഒരു ഡയമീറ്റർ ഓഫ് ബാർ കുറച്ച് ചെയ്തു പോവുക. സോ ഇവിടെ 100 mm കിട്ടി. ദെൻ ഇനി അവിടെ AST കണ്ടുപിടിക്കുന്നു. AST കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് MU ഏതാണ് കൊടുക്കേണ്ടത്? 10 ആണ് കൊടുക്കേണ്ടത്. ബാക്കിക്കത്തൊന്നും ഒരു വ്യത്യാസവുമില്ല. AST ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് 303.728 mm സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ദെൻ AST മിനിമം 162 ആണ്. അത് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു. സോ ഇവിടെ AST പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് AST മിനിമത്തിനെക്കാട്ടി കൂടുതലായതുകൊണ്ട് ഇനി അതിൻ്റെ ചെക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ അത് സേഫാണ്. ഇനിയും സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിൽ സപ്പോർട്ടിൽ കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യണം. അതാണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താ നോക്കാം. Circumferential reinforcement is only acting at the circumferential area. To avoid the slipping of the steel from the concrete, anchorage length should be provided. അപ്പം ഈ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് സർക്കുലർ സ്ലാബിൻ്റെ സപ്പോർട്ടിൽ കൊടുക്കുമ്പം കോൺക്രീറ്റിൽ നിന്നും സ്ലിപ്പേജ് ഉണ്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡെവലപ്മെൻറ്റ് ലെങ്ത് ചെക്ക് ചെയ്യണം. സോ ഡെവലപ്മെൻറ്റ് ലെങ്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷനാണ് 0.87F5 4 ടോ BD. അതിനകത്തേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.87 415 5 എന്ന് പറയുന്നത് 8 ആണ്. ദെൻ 4 ടോ BD എന്ന് പറയുന്നത് 415 ഗ്രേഡ് സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ 60% എത്രയാണോ എടുക്കുന്നത് M20 കോൺക്രീറ്റിന് അതിൻ്റെ കൂടുതലുണ്ടായിരിക്കും. സോ 1.2 × 60% ഇൻക്രിമെൻറ്റ് കൂടെ ചേർന്ന് ഇൻറ്റു 1.6 ആണ്. സോ ഡെവലപ്മെൻറ്റ് ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST എത്രയാണോ ആ ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ബാർസും സ്പേസിങ്ങും കണ്ടുപിടിക്കുക. ഇക്വേഷനകത്തൊന്നും ഒരു വ്യത്യാസവും ഇല്ല. AST ബൈ π/4 × 8 സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമ്പർ ഓഫ് ബാർ കിട്ടുന്നത്. ദെൻ 1000 ഡിവൈഡഡ് ബൈ 6 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസിങ്ങും അവൈലബിൾ ആയിരിക്കും.
ഓക്കെ, അത് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കംഫറൻഷ്യൽ ആയിട്ട് സപ്പോർട്ടിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് 8 mm 5 bars അറ്റ് സ്പേസിംഗ് ഓഫ് 160 mm സെൻറ്റർ ടു സെൻറ്റർ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ മാത്രം കൊടുത്താൽ പോരാ, ഇങ്ങനെയല്ല കറക്റ്റ് കൊടുക്കേണ്ടത്. അത് സർക്കംഫറൻഷ്യൽ ആയിട്ട് ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പം അത് റിങ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ, സർക്കുലർ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, റിംഗ് ആയിട്ടാണ് നമ്മൾ സപ്പോർട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് എത്ര റിങ് കൊടുക്കണം എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഓഫ് റിങ്സും കൂടെ കൊടുക്കണം. ആ നമ്പർ ഓഫ് റിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിക്കേ, ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ എന്താണ്? ഡെവലപ്മെൻറ്റ് ലെങ്ത് കണ്ടുപിടിച്ചത് ഡിവൈഡഡ് ബൈ സ്പേസിങ് ഉണ്ട്. ഈ സ്പേസിങ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്പേസിങ് പ്ലസ് 1 ഇങ്ങനൊരു ഇക്വേഷൻ ചെയ്യുമ്പോഴാണ് എത്ര റിംഗ് ആയിട്ട് സർക്കംഫറൻഷ്യൽ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അതിവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണെന്നുള്ളത്. 4 റിങ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡ് 4 numbers of 8 mm rings at a spacing of 160 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. 6 ബാർ എന്നുള്ളതല്ല ഇമ്പോർട്ടൻസ്. ആ 6 ബാർ നമ്മൾ കണ്ടുപിടിച്ചത് ഈ സ്പേസിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് 6 ബാർ എന്നുള്ളത് കണ്ടുപിടിച്ചത്. നമ്മൾ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇങ്ങനെ റിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര റിംഗ് കൊടുക്കണം ആ സപ്പോർട്ടിനടുത്ത് എന്നുള്ളതാണ് വേണ്ടത്. സോ ആ റിങ്ങിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്പർ ഓഫ് ബാർ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ഇതാണ് സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റ് ദ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. അപ്പം ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത് കറക്റ്റായിട്ടും ഒരു ക്ലോസ് IS 456 അത് പറയുന്നുണ്ട്. IS 456 പേജ് നമ്പർ 44 ക്ലോസ് 26.2.3.3 ആ ക്ലോസിനകത്ത് ഒരു ഇക്വേഷൻ ഉൾപ്പെടെയാണ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ലെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഡെവലപ്മെൻറ്റ് ലെങ്ത് അല്ല, നമ്മളൊരു റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ കൊടുത്തിട്ടുണ്ടല്ലേ, ആ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ ഇപ്പോൾ 8 mm ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളത് അസ്യൂം ചെയ്ത് കൊടുത്താണ് 8 mm എന്നുള്ളത്. അപ്പോൾ 8 mm സേഫ് ആണോ, ആ അസംഷൻ കറക്റ്റ് ആണോ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് if let 5 mm be the diameter required so that the bond stress within the permissible limit. അപ്പം നമ്മളൊരു ഡയമീറ്റർ ഓഫ് ബാർ അസ്യൂം ചെയ്യുകയാണ്. ആ അസ്യൂം ചെയ്യുന്ന ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്മെൻറ്റ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡെവലപ്മെൻറ്റ് ലെങ്തിൻ്റെ സെയിം ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LD ഈസ് ഈക്വൽ ടു 0.87450 ഇൻറ്റു നമ്മൾ ഡയമീറ്ററാണ് കൊടുത്തുകൊണ്ടിരുന്നത്, അതിന് പകരം ഇവിടെ 5 കൊടുക്കുക, കാരണം ഈ 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1.2 ഇൻറ്റു 1.6. അപ്പോൾ നേരത്തെ ഡെവലപ്മെൻറ്റ് ലെങ്ത് ചെയ്തതിനകത്തെ 8 കൊടുക്കണ്ട, അവിടെ 5 തന്നെ ഇട്ടേക്കുക. അപ്പം LD എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് 47.0115 എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നെക്സ്റ്റ് L0 എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. L0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 അല്ലെങ്കിൽ D എഫക്റ്റീവ്, ഇത് രണ്ടിനകത്ത് ഗ്രേറ്റർ വാല്യൂവിനെയാണ് L0 എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ 12 എന്ന് പറഞ്ഞ് 12 ഇൻറ്റു നമ്മൾ അസ്യൂം ചെയ്ത് കൊടുത്ത ഡയമീറ്റർ 8. ദെൻ D എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ, അതായത് മാക്സിമം മൊമെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച എഫക്റ്റീവ് ഡെപ്ത്, നമ്മൾ ഡെപ്ത് കുറച്ച് ഒന്നും കൊണ്ടുവന്നത് നോക്കണ്ട. റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാൻ, AST കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെപ്ത് കുറച്ചല്ല നോക്കേണ്ടത്. ആദ്യം നമുക്ക് ഒരു ഡെപ്ത്, എഫക്റ്റീവ് ഡെപ്ത് കിട്ടിയിട്ടുണ്ട്, ആ ഡെപ്താണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ രണ്ടാമത്തെ ഗ്രേറ്റർ വാല്യൂ ഡെപ്ത് ആയതുകൊണ്ട് L0 എന്ന് പറയുന്ന എഫക്റ്റീവ് ഡെപ്ത് ആക്കി എടുത്തു. നെക്സ്റ്റ് AST ഇവിടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 110 സ്പേസിങ് കൊടുത്തിട്ട് നമ്മളൊരു AST കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, 110 സ്പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് വന്നതിനകത്ത് സെൻറ്റർ പോർഷനിൽ സെൻറ്റർ പോർഷൻ, അതായത് മാക്സിമം മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് MRും M θയും സെൻറ്ററിൽ മാക്സിമം വാല്യൂ ആയിരുന്നു, അതിന് കറസ്പോണ്ടിങ് ഒരു സ്പേസിങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സ്പേസിങ്ങിന് വേണം ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, ആ സ്പേസിങ്ങിനനുസരിച്ചിട്ട് എത്ര AST, ആ സ്പേസിങ്ങിൽ എത്ര AST പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് വേണ്ടത്. സോ
1000 ഡിവൈഡഡ് ബൈ സ്പേസിങ് π/4 8 എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ബാർ ആണ്. സോ സെൻറ്റർ പോർഷനിൽ എം തീറ്റ സർക്കംഫറൻഷ്യൽ ആയിട്ടും റേഡിയൽ ആയിട്ടും എത്ര AST പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതാണ് കണ്ടുപിടിച്ചേക്കുന്നത് ഇവിടെ AST. ദെൻ MU എന്ന് പറയുന്നത് ഇക്വേഷനകത്തേക്ക് AST കണ്ടുപിടിക്കുന്ന ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം MUവിൻ്റെ ഇക്വേഷൻ തന്നെ, പക്ഷേ ഈ MUവിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. MU ഈസ് ഈക്വൽ ടു 0.87 FI AST D 1 മൈനസ് AST FI ഡിവൈഡഡ് ബൈ FCK BD. ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ. പക്ഷേ ഇതിനകത്ത് MUവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കാൻ പോവാണ്. AST അറിയാം, ആ AST ആണ് ദാണ്ട് ഈ AST എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ AST ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, D എന്ന് പറയുന്നത് 116 തന്നെ കൊടുക്കണം, കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 110 എടുത്തത്. ആദ്യത്തെ ASTക്ക് ആദ്യത്തെ ഡെപ്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് AST കണ്ടുപിടിച്ചത്. അത് ബേസിക്കായിട്ട് എടുത്തു വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് 160 തന്നെയാണ് D ആയിട്ട് കൊടുക്കേണ്ടത്. ഒരൊറ്റ ഇതേ ഉള്ളൂ, ഇവിടെ AST കിട്ടി. ASTയുടെ വാല്യൂ ഈ MUവിൻ്റെ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആരെ കണ്ടുപിടിക്കുക, MUവിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾക്ക് MU കിട്ടി, ആ MUവിനെ AST ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചു, ആദ്യത്തെ റീഇൻഫോഴ്സ്മെൻറ്റിനകത്തുനിന്ന് AST പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ AST ഉപയോഗിച്ചിട്ട് MU വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനിയും ചെയ്യേണ്ടത് ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ നോക്കിക്കോളുക. LD ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.3 M1 ബൈ V പ്ലസ് L0. അതിനകത്ത് LD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഈ ഒരു സ്റ്റെപ്പിനകത്ത് തന്നെ LD കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാണ്ട് ഈ വാല്യൂ, ഇതാണ് LD ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് 1.3 ആണ്. ദെൻ M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ കിട്ടിയ MU വാല്യൂവിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. V എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് കിട്ടിയ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ 10⁶, ഇവിടെ 10�3 കൊടുക്കണം, കാരണം ന്യൂട്ടൺ MM ചെയ്യേണ്ടത്, അതുകൊണ്ട്. ദെൻ L0 എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. L0 വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഫൈയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈയുടെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17.59 mm ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 8 ആണ്. ഓക്കെ, അതുകൊണ്ട് സേഫ് ആണ്. നമ്മൾ എടുത്തിട്ടുള്ളത് 8 ആണ്. ഇവിടെ 17-നേക്കാട്ടിലും ഒരു കാരണവശാലും കൂടി പോകാൻ പാടില്ല. 8 ആണ് എടുത്തേക്കുന്നത്. സോ അതെന്താണ്, സേഫ് ആണ്. നെക്സ്റ്റ് ചെക്ക് എന്ന് പറയുന്നത് ഷിയർ ചെക്കാണ്. ഷിയർ ചെക്കിൻ്റെത് പഴയ ഫോർമാറ്റ് തന്നെ, ഷിയർ ചെക്ക് എല്ലാം പഴയതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ടോവ് ഈസ് ഈക്വൽ ടു VU ബൈ VD. ദെൻ VU BD, അവിടെയും ഡെപ്ത് എന്ന് പറയുന്ന ആദ്യം അസ്യൂം ചെയ്ത ആദ്യത്തെ ഡെപ്താണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടോവിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് PT കണ്ടുപിടിക്കുകയാണ്. അത് 100 AST ബൈ BD. 100 AST എന്ന് പറയുന്നത് 110 സ്പേസിങ്, അതായത് മാക്സിമം പോസിറ്റീവ് വാല്യൂ സെൻറ്ററിൽ കണ്ടുപിടിച്ചതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എടുക്കുന്നത്. ആദ്യം, അതായത് സെൻറ്റർ പോർഷനിൽ കണ്ടുപിടിച്ച സ്പേസിങ് ആ നമ്പർ ഓഫ് ബാറും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബിയും ഡിയും. ഡി എന്ന് പറയുന്നത് ആദ്യത്തെ ഡെപ്ത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ദെൻ പെർസെൻറ്റേജ് ചെക്ക് ചെയ്യേണ്ടത് 0.39 ആണ്. സോ നമുക്കുള്ളത് 0.25-ന് 0.36, 0.5-ന് 0.48 ആണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് 0.39. സോ ഇൻ്റർപൊളേറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ഉള്ള ടോസി വാല്യൂ ആണ് കിട്ടിയേക്കുന്നത്. പിന്നെന്താണ്, ഇവിടെ ഇനി K ടോസി ആയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. നോക്കിയാൽ മതി, ഇതാണ് സേഫ് കണ്ടീഷൻ. ടോവി ലെസ് ദാൻ K ടോസി ആണ്. ഓക്കെ, ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് K വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് നമ്മൾ സ്ലാബിൻ്റെ ഡിസൈന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ IS 456-നകത്തൊരു ടേബിളുണ്ട്. ആ ടേബിളിനകത്ത്, അത് ഷിയർ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ, ആ പേജിനകത്ത് തന്നെയാണ് ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് K വാല്യൂ കണ്ടുപിടിക്കുന്നത്.
സോ കെ വാല്യൂ ഇവിടെ 135 mm ആയിരുന്നു ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെ വാല്യൂ ഇസ് 1.3 ആണ്. സോ കെ ടോ സി കണ്ടുപിടിച്ചു. ദെൻ ടോ വി ലെസ് ദാൻ കെ ടോ സി ആണോ ചെക്ക് ചെയ്യുകയാണ്. അപ്പം ടോ വി എന്ന് പറയുന്നത് തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ കെ ടോ സി ടോ വി ലെസ് ദാൻ കെ ടോ സി ആയതുകൊണ്ട് സേഫ് ആണ് കണ്ടീഷൻ. നെക്സ്റ്റ് ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഡീറ്റെയിലിങ്ങിനകത്ത് പറയുന്നത് ഫോർ റെസിസ്റ്റിംഗ് നെഗറ്റീവ് മൊമെൻറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി സ്ലാബ് മിനിമം റീഎൻഫോഴ്സ്മെൻറ്റ് AST ഷുഡ് ബി പ്രൊവൈഡഡ്. അതെന്താ പറയുന്നതെന്ന് പറയാം. അപ്പോൾ ആദ്യം ഇവിടെ കാണിച്ചിട്ടുള്ള ഫിഗർ നോക്കുക. ഈ ഫിഗറിനകത്ത് നമ്മളൊരു സ്ലാബിനെ ഒരു ബീമായിട്ട് ഉള്ള ഡയറക്ഷനിൽ വരച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ദെൻ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ലൈൻ വരച്ചിട്ട് അതിന് താഴെയും റീഎൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, മുകളിലും റീഎൻഫോഴ്സ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ദെൻ താഴെ കൊടുത്തിട്ടുള്ള റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് അത് സെൻറ്ററിലേക്ക് വരുമ്പം അതെന്താണ് 8 mm അറ്റ് 110 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലുള്ള റീഎൻഫോഴ്സ്മെൻ്റ് ആണ് അല്ലേ. 8 mm 5 അറ്റ് 110 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി അതിന് മുകളിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. അതേതാണ് 8 mm അറ്റ് 160. അതെന്താണ്? ഇത്രയും ഓർത്താൽ മതി. ബോട്ടത്തിൽ വരുന്നത് എപ്പോഴും കൊടുത്തിട്ടുള്ളത് സെൻറ്റർ പോർഷനിൽ വേണ്ടിയിട്ട് സെൻറ്ററിലെ മാക്സിമം മൊമെൻറ്റിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. ദെൻ മുകളിൽ വന്നേക്കുന്നത്, അതായത് ലൈനിന് മുകളിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? സർക്കംഫറൻഷ്യലായിട്ടുള്ള സപ്പോർട്ടിൽ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് ഉണ്ടായിരുന്നു. സോ ആ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ചതാണ്. ദെൻ ഇതിന് മുകളിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മിനിമം AST പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിനിമം AST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിമം AST കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ആ കണ്ടുപിടിച്ചതിനകത്ത് 8 mm ഡയമീറ്റർ ഓഫ് ബാർ വെച്ചിട്ട് എത്ര സ്പേസിങ് ഉണ്ടെന്നും കൂടെ കണ്ടുപിടിക്കുക. സോ ആ മിനിമം ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണിത്. ഓക്കെ ആണേ. ദെൻ ഇതിൻ്റെ പ്ലാനിനകത്തേക്ക് വരുമ്പം ഇതാണ് പ്ലാൻ. ദെൻ പ്ലാനിനകത്ത് വരുമ്പോൾ നോക്കിയാൽ ദണ്ട് ഈ സൈഡ് ടോപ്പ് സെക്ഷനാണ്, അതായത് ഒന്നിൻ്റെ മുകളിലാണ് ഒന്ന് കൊടുത്തേക്കുന്നത്. സോ ടോപ്പ് സെക്ഷനാണ്. ആ ടോപ്പ് സെക്ഷനകത്ത് നോക്കിയാൽ മതി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് റീഎൻഫോഴ്സ്മെൻ്റ് അല്ലേ. അതേപോലെ തന്നെ ഉണ്ട് ഇങ്ങനെയും റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ടും എന്താണ്? മിനിമം ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെൻ്റ് ആണ് മുകളിൽ കൊടുത്തേക്കുന്നത്. മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ്. തൊട്ട് മുകളിലും നമ്മൾ ചെയ്തേക്കുന്നത് ഏറ്റവും ടോപ്പിൽ. ദെൻ ബോട്ടത്തിൽ വരുമ്പം ഇതാ ഈ റൗണ്ടിൽ കൊടുത്തേക്കുന്നത് എന്താണ്? 8 mm 160 mm സെൻറ്റർ ടു സെൻറ്ററും ഇതന്നെ ഇങ്ങനെ കൊടുത്തേക്കുന്നത് മെഷായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നത് 8 mm അറ്റ് 110 സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഇതുമാണ് കൊടുത്തേക്കുന്നത്. അത് സെൻറ്റർ പോർഷനിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സെൻറ്റർ പോർഷനിൽ മാക്സിമം പോസിറ്റീവ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയൽ ഡയറക്ഷനിലും സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും കിട്ടിയ AST ആണ്. അത് മെഷായിട്ടാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ മെഷാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ദെൻ സർക്കംഫറൻഷ്യലായിട്ട് സപ്പോർട്ടിൽ കൊടുക്കുന്ന ഈ മൊമെൻറ്റ് എന്ന് പറയുന്നതാണ് 8 mm 5 അറ്റ് 160 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സപ്പോർട്ടിൽ കിട്ടിയ AST ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പം ഇങ്ങനെയാണ് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ടോപ്പ് സെക്ഷനും ബോട്ടം സെക്ഷനും. ടോപ്പ് സെക്ഷൻ എപ്പോഴും മിനിമം ASTക്കാണ്. ആ മിനിമം ASTയുടെ സ്പേസിങ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു സ്പേസിങ് അങ്ങ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. 300 mm കൂടി പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. സോ കണ്ടുപിടിക്കാം അങ്ങനെ. AST മിനിമം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ AST മിനിമത്തിന് ഡയമീറ്റർ ഓഫ് ബാർ അസ്യൂം ചെയ്ത് സ്പേസിങ് കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഇത്രയുമാണ് സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് വരുന്ന ഒരു സർക്കുലർ സ്ലാബിൻ്റെ ഡിസൈനകത്ത് വരുന്നത്. സിമ്പിളാണ്. ആകെപ്പാടെ പുതിയതായിട്ട് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ LD ചെക്ക് ചെയ്യുന്നതും അല്ലേ, 5 എടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും പിന്നെ സിംപ്ലി സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ മൊമെൻറ്റ്, അതായത് സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ്, റേഡിയൽ മൊമെൻറ്റ് എവിടെയൊക്കെ വരും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് AST കണ്ടുപിടിക്കുക. അപ്പോൾ സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിലാവുമ്പോൾ റേഡിയൽ മൊമെൻറ്റ് സപ്പോർട്ടിൽ വരത്തില്ല. റേഡിയൽ മൊമെൻറ്റും അതേപോലെ തന്നെ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റും സെൻറ്ററിൽ കിട്ടുന്ന വാല്യൂ ഒന്ന് തന്നെ ആയിരിക്കും. അതിന് ഒരു AST കണ്ടുപിടിച്ചാൽ മതി. അത് സെൻറ്ററിൽ മെഷായിട്ടാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്.
പിന്നെ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് സപ്പോർട്ടിൽ വരും. ആ സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് റിംഗ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. സോ റിംഗ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ഇക്വേഷൻസ് മാത്രം ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ക്ലിയർ ആയല്ലോ? സോ ഇതാണ് ഫസ്റ്റ് ഡിസൈന്. ഇത് നോക്കുക. ഇതേപോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ട് ആ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന ആ സ്റ്റെപ്പിനകത്തൊക്കെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ വരത്തുള്ളൂ. ബാക്കി എല്ലാം സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് വരുവാണെങ്കിൽ റിംഗ് ആയിട്ട് കൊടുക്കണമെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ LD ചെക്ക് ചെയ്യുന്നതും എല്ലാം ഇതേപോലെ തന്നെയാണ് ബാക്കി 2 ഡിസൈനകത്തും വരുന്നത്. ആകെപ്പാടെ പെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസിന് മാത്രമേ ഉള്ളൊരു വ്യത്യാസം വരുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.